നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ടു. പ്രത്യേകിച്ച് മലയാളികൾക്ക് കഴിഞ്ഞ ദിവസത്തെ കണി അതൊരു കണി തന്നെയായിരുന്നു. കൊല്ലം സുധിയുടെ ഭാര്യയുടെ നേവലും അരക്കെട്ടും ഒക്കെയാണ് മലയാളികളുടെ പുതിയ കണി. ഒരു സ്ത്രീ അവരുടെ ശരീരം ഒരാള് അല്ലെങ്കിൽ സമൂഹം എത്ര വരെ കാണണമെന്ന് തീരുമാനിക്കുന്നത് ആ സ്ത്രീയാണ്. വസ്ത്രത്തിന്റെ ഇറക്കം എത്ര കൂട്ടണം എത്ര ഇറക്കണമെന്ന് തീരുമാനിക്കുന്നതും സ്ത്രീ തന്നെയാണ്. അതിന് നേവലായിക്കോട്ടെ അരക്കെട്ടായിക്കോട്ടെ എവിടെ എപ്പോൾ കാണിക്കണമെന്ന് കൃത്യമായി അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ കൊല്ലം സുധിയുടെ ഭാര്യയുടെ വസ്ത്രധാരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കത്തുന്ന വിഷയം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാറ്റി നിർത്തി ഇവരുടെ ഈ ഒരു വസ്ത്രധാരണവും ഫോട്ടോഷൂട്ടും ഒക്കെ തന്നെയാണ് പ്രധാന വിഷയം. ഒരു തന്റേടവും ഒരു അഹങ്കാരവും മുഖത്തുണ്ടെന്നും ആ അഹന്തയിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്നും ഒക്കെ തന്നെ കമന്റുകൾ ധാരാളമുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, മുത്തിയും മുത്തിയുടെ മുത്തിയും ഇവർക്കൊക്കെ തന്നെ തെറി വിളിയാണ് ഇപ്പോൾ ഈ കൊല്ലം സുധിയുടെ ഭാര്യ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്ന സുരേഷും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെ വിമർശിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വീണ വിജയനുമെതിരെ കൃത്യമായ തെളിവുകളടക്കം വലിയ പോരാട്ടം നടത്തിയ സ്വപ്ന സുരേഷ് രംഗത്ത് വരികയാണ്. രേണു വിഷുവിനോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രേണു വിഷുവിനോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വിമർശനവുമായി സ്വപ്ന സുരേഷ് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം വിഷു ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ രേണു സുധി ഷെയർ ചെയ്തിരുന്നു. ഈ സ്കേർട്ടും ബ്ലൗസും ധരിച്ച് സിമ്പിൾ മേക്കപ്പും ഓർണമെന്റ്സും ഒക്കെ അണിഞ്ഞാണ് ഫോട്ടോ ഉള്ളത്. ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ആകർഷകമായ കാര്യം ആത്മവിശ്വാസമാണ്. സ്ത്രീകളാണ് സമൂഹത്തിന്റെ യഥാർത്ഥ ശില്പികൾ. ശക്തരായ സ്ത്രീകൾക്ക് ഈ ആറ്റിറ്റ്യൂഡ് ഇല്ല, മാനദണ്ഡങ്ങളുണ്ട് എന്നിങ്ങനെയുള്ള കുറിപ്പുകളോട് കൂടിയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചിത്രത്തിനെതിരെയാണ് സ്വപ്ന സുരേഷ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിധവയായ ഒരേ ഒരു സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നുമാണ് സ്വപ്ന സുരേഷ് കുറിച്ചത്. ഇതാണോ 2025 പുതിയ വിഷു? ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികൾ പോൺ പറയുന്നു, എന്റെ പൊക്കിൾ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന്. കഷ്ടം. വിധവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുത്. ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. സ്വപ്നയുടെ വാക്കുകൾ ഇതിനോടകം തന്നെ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നിരവധി പേരാണ് അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വരുന്നത്. അന്യരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ആർക്കുമില്ല എന്നും സ്വപ്ന നാടിന് നല്ല പേര് സമ്പാദിച്ചു കൊടുത്തയാളല്ല എന്നും മനസ്സിലാക്കണമെന്നുമാണ് സ്വപ്ന സുരേഷിന്റെ പോസ്റ്റിന് കമന്റായി പറയുന്നത്. സ്വപ്നയുടെ പോസ്റ്റിന് കീഴെ വന്ന ചില കമന്റുകൾ നോക്കാം. ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണം കടത്തലും രാജ്യവിരുദ്ധ പ്രവർത്തനവും ഒക്കെയാണോ ചേച്ചി ഉദ്ദേശിച്ച റെസ്പെക്ട് അവർ കൾച്ചർ? അവർ ഒരു കേസിലും പ്രതിയായിട്ടില്ല. അവർക്കെതിരെ ഒരു അഴിമതി ആരോപണവും ഉണ്ടായിട്ടില്ല. ജീവിക്കാൻ വേണ്ടിയുള്ള വേഷം കെട്ടലാണ്. അവർ ജീവിച്ചോട്ടെ. മൂന്നാംകിട തുണ്ടുപടങ്ങൾ ഇറക്കി ജീവിക്കുന്നവരെക്കാൾ എത്രയെത്ര ഭേദമാണിത്. ഇവരെ പറ്റി എന്റെ പോസ്റ്റ് ഇട്ട് തള്ളാത്തത്? അത് പണി വാങ്ങിക്കും എന്ന് അറിയാം അല്ലേ? പിന്നെ ആരാണ് ഇതൊക്കെ പറയുന്നത്? വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി ചെയ്ത സ്വർണ്ണക്കടത്ത് കേസിൽ കുടുങ്ങിയ നിങ്ങളോ? കഷ്ടം. സ്വന്തം കണ്ണിൽ കോലിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയാണ് എന്ന് പറയരുത്. ഏത് കൾച്ചർ? നമ്മുടെ തനതായ സംസ്കാരം അനുസരിച്ചാണെങ്കിൽ ബ്ലൗസ് ഇടാതെ മേൽമുണ്ട് മാത്രം ധരിച്ചു നിൽക്കണം. ബ്ലൗസ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. അങ്ങനെ നിരവധി കമന്റുകളുണ്ട്. എന്തായാലും സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈസ് ദിസ് ദ ന്യൂ 2025 വിഷു? റിക്വസ്റ്റ് യു ടു പ്ലീസ് റെസ്പെക്ട് അവർ കൾച്ചർ. ബോയ്സ് സേ സോ. മോം വുഡ് കിൽ മീ ഇഫ് ഐ ഷോഡ് മൈ നേവൽ. കഷ്ടം. പ്ലീസ് ഫൈൻഡ് സം അതർ ഓൾട്ടർനേറ്റീവ്സ്. You are not the one and only widow or divorce. Don't sell your stupidity. Cannot replace Lord Krishna with some weird creation. അതായത് ഇങ്ങനെയുള്ള ഒരു രൂക്ഷ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വേർഡായിട്ടുള്ള ഒരു ക്രിയേഷൻ വഴി നമുക്ക് കൃഷ്ണനെ ഒന്നും മാറ്റി പ്രതിഷ്ഠിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് ഈ നമ്മുടെ രേണുവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷ് മാത്രമല്ല, ഈ രേണുവിനെതിരെ നിരവധി ആളുകളാണ് കമന്റ് ആയിട്ട് വരുന്നത്. രേണു ഇതിന് കൃത്യമായ ഭാഷയിൽ മറുപടി പറയുന്നതും കാണാം. അതിന് താഴെയും നിങ്ങളൊക്കെ തന്നെ ഒരു പൊടിക്കടങ്ങ് എന്ന് പറയുന്ന ചില കമന്റുകളുണ്ട്. എന്തായാലും രേണുവിന്റെ ഇതിനൊക്കെയുള്ള ഒരു മറുപടി എന്താണ് നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കമന്റ് ഒന്നും കണ്ടില്ലടാ. കമന്റും കണ്ടില്ല. അധികം ഞാനിത് ശ്രദ്ധിച്ചില്ല. കാരണം ഞാൻ തിരക്കായോണ്ടാണ്. നാടകത്തിന്റെ തിരക്കാണ്. പിന്നെ അങ്ങനെയൊക്കെ വന്നായിരുന്നു കമന്റ്. ശരിയാണ്, അതൊരു ആഡ് ഷൂട്ടായിരുന്നു. അതിനിപ്പം വിമർശകർ പലതും പറയും.
അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ഈ ചില എൻ്റെ പേഴ്സണലായിട്ട് ഈ കുത്തുമ്പോഴാണ് എനിക്ക് തിരിച്ച് മറുപടി കൊടുക്കാൻ തോന്നുന്നത്. ഫോട്ടോ മാറ്റടി, മറ്റവളെ മറിച്ചവളെ പോയി ചാവടി, ശവവേ, നീ ബോഡി ഷേമിങ് നല്ല രീതി കിട്ടുന്നുണ്ട്, നല്ല രീതി. ഹാൻഡ്സ് എടുത്ത് വെച്ചിട്ട് പറയടിയെന്ന്. ഹാൻഡ്സ് അല്ലടാ കൂളാന്ന് പറയും. അങ്ങനെ കൊടുത്താൽ ഇവന്മാർക്കൊക്കെ ഏക്കത്തുള്ളൂ. കാരണം നമ്മൾ മാക്സിമം നമ്മൾ ക്ഷമിച്ചതിൻ്റെ നെല്ലിപ്പല കണ്ട്. എൻ്റെ പല്ലിന് കുറച്ച് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് സുധിച്ചേട്ടൻ മരണപ്പെട്ടത്. സോ ആ ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടില്ല. ഇനിയിപ്പം പൈസയൊക്കെ കുറച്ച് ആകും. അതാണ് ഈ പല്ലിനൊരു ഈ താടിക്കൊരു വിഷയം. അതിനാണ് ഞാൻ ഹാൻഡ്സ് വെച്ചിട്ടാണ് സംസാരിക്കണേ. അവളെ കണ്ടാച്ചാൽ മതി, എലിയ പല്ലിയ ആയിക്കോട്ടെ, ആണ്, അതൊക്കെ ജീവികളല്ലേ. ഞാൻ അതിനകത്തൊന്നും ട്രാൻസ്ജെൻഡർ ആണ്. എനിക്ക് അവരെ ആ സമൂഹത്തെ എനിക്ക് ബഹുമാനമുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. അവരും മനുഷ്യരാണ്. ഇങ്ങനെ പറഞ്ഞു ജിഷ ചേച്ചിയുടെ അമ്മേനെ പോലാണ്. ഇനി നിങ്ങൾ ഇതിലപ്പുറം കമന്റ് ഇട്ടാലും എനിക്ക് വിഷയമല്ല. പക്ഷെ തെറി വിളിക്കരുത്. തെറി എനിക്ക് സഹിക്കാൻ പറ്റും. തെറിയും പിന്നെ വൃത്തിയും, ഭയങ്കര വൃത്തി കേട്ടത്. എനിക്ക് തോന്നുന്നു ദാസേട്ടൻ അതിനകത്ത് ശരിക്കും ഞാൻ കേട്ടത് അത് ഇവിടെ പോലും പറയാൻ പറ്റാത്ത അശ്ലീലമാണ് പറഞ്ഞേക്കുന്നത്. ഇവർക്കൊക്കെ വല്ല അറിഞ്ഞിട്ടാണോ? അവനെ ഇനി അടിച്ചിറക്കൂ എന്നൊക്കെ. വീട്ടുകാർക്കില്ല അത്ര പ്രശ്നം, നാട്ടുകാർക്കാണ്. അയ്യോ, അല്ല കഴിച്ചാലും ഇവറ്റകൾക്ക് എന്താന്നേ. അതെ, ഇവർ ആരുടെയും ഭർത്താക്കന്മാരെ എനിക്ക് വേണ്ട, ഞാൻ കെട്ടാനും വരുന്നില്ല ആരെ. ഒരു കുഞ്ഞുങ്ങളുടെയും കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് എനിക്കൊന്നും വേണ്ട. അല്ലെ, ഒരു ഭാര്യമാരുടെയും കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ വിട്ട് അങ്ങനെ ഉള്ള ആളുമല്ല. പിന്നെ എന്തിനാന്ന് ഇവര് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കൂടത്തേ ഉള്ളടാ, എനിക്ക് കൂടത്തേ ഉള്ളൂ. എനിക്ക് നേരെ തിരിച്ചാണ്, കൂടത്തേ ഉള്ളൂ. അന്ന് അഭിനയിച്ച് കാണിച്ചിട്ടേ ഉള്ളൂ. ഓരോ ബോഡി ഷേമിങ്ങും എനിക്ക് അടുത്ത റീല് ചെയ്യാനുള്ള കരുത്താണ്. അപ്പൊ റീല് വരും. നിങ്ങൾ എപ്പൊ ബോഡി ഷേമിങ് നിർത്തുന്നു അപ്പൊ ഞാൻ ആലോചിക്കട്ടെ റീല് നിർത്തണോ വേണ്ടയോന്ന്. എനിക്കൊരു വിചാരമില്ല. ഞാൻ ശിശുവാണ് അഭിനയത്തിൽ. ഞാൻ അഭിനയിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു വിചാരം, ഞാൻ വലിയ സംഭവമാണ്. എനിക്ക് ഇന്ന് വരെ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വലിയ സംഭവമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തുമില്ല. പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വലിയ സംഭവമാണ്. ഇതേ ഓടി വാ, എൻ്റെ തല എൻ്റെ ഇവിടെ, ഞാൻ ഇന്ന് വരെ എങ്ങും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇവരിതൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഒരു സംഭവമല്ല, ഞാൻ ഒന്നുമല്ല. ഒരു പെണ്ണ് അവളുടെ ശരീരം എവിടം വരെ കാണിക്കണമെന്ന് അവൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. രേണു സുധിക്കും അതുപോലെ തന്നെ ഈ നാട്ടിലെ മറ്റ് പ്രധാനപ്പെട്ട നടീനടന്മാർക്കും ഒക്കെ തന്നെ ഇത് തന്നെയാണ്, ഒരേ നിയമം തന്നെയാണ്. പിന്നീട് എന്തുകൊണ്ട് രേണു സുധിക്ക് മാത്രം ഇത്ര വലിയ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായമാണ് ഉള്ളത്. രേണുവിന് അല്ലെങ്കിൽ രേണു ഒരു വിധവയാണ്, അതുകൊണ്ട് രേണു ഇങ്ങനെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. രേണു കലാഭവൻ മണിയുടെ ഭാര്യയും മക്കളെയും കണ്ട് പഠിക്കുക എന്നൊക്കെ തന്നെ പലരും പറയുന്നുണ്ട്. സാമ്പത്തികപരമായി എന്നെ സഹായിക്കുന്നതും എനിക്ക് ഭക്ഷണം തരുന്നതും ഒക്കെ തന്നെ ഈ കമന്റ് ഇടുന്ന ആളുകളല്ല. നെഗറ്റീവ് കമന്റുകൾ എന്നെ കൂടുതൽ ഊർജ്ജസ്വലയാക്കുകയാണ് എന്നൊക്കെ തന്നെയാണ് രേണു സുധി പറയുന്നത്. എന്തായാലും കുറച്ചു നാളത്തേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ കത്തിക്കുന്ന ഒരു പ്രധാന താരമായി രേണു സുധി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് പണികളൊന്നും ഇല്ലാത്ത ചിലർ ഇവരുടെ പുറകെ പോവുക തന്നെ ചെയ്യും. മറ്റു ചിലർ ഇവരെ വിമർശിച്ചുകൊണ്ടിരിക്കും, മറ്റു ചിലർ അല്ലാതെയും. വിമർശിക്കുന്നവർക്ക് ഒരു വില പോലും കൊടുക്കാതെ ഇവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതങ്ങനെ തന്നെ പോട്ടെ. ഇനി രേണു സുധിക്ക് തന്നെ തീരുമാനിക്കാം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം ജീവിക്കേണ്ട എന്നുള്ളത്.